മാഡം വെബ് പരാജയപ്പെട്ടു, ദി മാർവൽസ് പരാജയപ്പെട്ടു, ബ്ലാക്ക് വിഡോ ഒഴുകി ദി മാർവൽസിന്റെ എല്ലാ ലേഡി സൂപ്പർ ഹീറോ മൂവിയും പരാജയപ്പെട്ടു. എന്താ കാരണം? കാരണം ലേഡി സൂപ്പർ ഹീറോനെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടല്ല, ആ ക്യാരക്ടർ എല്ലാം ബോറിംഗ് ആയതും കൊണ്ടാണ്. ഇത്രയും ഉദാഹരണങ്ങൾ ഡിസിന്റെ മുന്നിൽ ഉണ്ടായിട്ടും DC എന്തും കൊണ്ടാണ് സൂപ്പർ ഗേൾ ആയിട്ട് വരുന്നത്? നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, 1984 സൂപ്പർ ഗേൾ പറഞ്ഞിട്ട് ഒരു സിനിമ DC ഇറക്കിയിട്ടുണ്ടായിരുന്നു. ലോകത്തിലെ തന്നെ ആദ്യത്തെ ലേഡി സൂപ്പർ ഹീറോ മൂവി ആയിരുന്നു അത്. വമ്പം പരാജയമായിരുന്നു ആ സിനിമ അന്ന് നേരിട്ടത്. സൂപ്പർമാൻ ഭൂമിയിലെത്തിയത് കുഞ്ഞായിട്ടാണ്. സ്നേഹം കണ്ടു, കുടുംബം കണ്ടു, ഹ്യൂമാനിറ്റി കണ്ടു, പ്രതീക്ഷ കണ്ടു. അതും കൊണ്ടാണ് സൂപ്പർമാൻ ലോകത്തെ വിശ്വസിക്കുന്നത്. പക്ഷെ സൂപ്പർ ഗേൾ ക്രിപ്റ്റോൺ മരിക്കുന്നതാണ് കണ്ടത്. തന്റെ കുടുംബം മരിക്കുന്നത് കണ്ടു, ട്രോമ കണ്ടു, നഷ്ടം കണ്ടു. ഈ ലോകം ഒരു സേഫ് പ്ലേസ് ആയിട്ട് അവൾക്ക് തോന്നിയതുമില്ല. സൂപ്പർമാൻ പ്രതീക്ഷയാണെങ്കിൽ സൂപ്പർ ഗേൾ ഒരു പ്രതികാരമാണ്. മാർവൽസിന്റെ മാഡം വെബും ദി മാർവൽസും ഒക്കെ പരാജയപ്പെടാൻ കാരണം എന്താണ്? ലേഡി സൂപ്പർ സ്റ്റാർ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല, ആ ക്യാരക്ടർ അവർക്ക് ബോറിംഗ് ആയിട്ട് തോന്നിയതും കൊണ്ടാണ്. പക്ഷെ ബ്ലാക്ക് വിഡോ നല്ലൊരു വിജയമായിരുന്നു. എന്തും കൊണ്ട് അത് വിജയിച്ചത്? അവൾ ഒരു സാധാരണ മനുഷ്യ സ്ത്രീയാണ്. അവൾക്ക് കുറവുകളുണ്ട്. അവൾ ബ്രോക്കൺ ആയിരുന്നു, ഹ്യൂമൺ ആയിരുന്നു, റിയൽ ആയിരുന്നു. ഇതേ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ സൂപ്പർ ഗേളിനും ഉണ്ട്. സൂപ്പർ ഗേൾ ബ്രോക്കൺ ആണ്. അവൾക്ക് കുടുംബവും ഇല്ല. അവൾക്ക് അവളുടെ ശക്തി ഉപയോഗിക്കാൻ അറിയില്ല. അവൾക്ക് ദേഷ്യം പെട്ടെന്ന് വരും. അവൾക്ക് പ്രണയിക്കാൻ അറിയില്ല, പ്രണയം കാണിക്കാൻ അറിയില്ല. അവൾ സ്വാർത്ഥയാണ്. അതുകൊണ്ട് സൂപ്പർമാനെ പോലെ സൂപ്പർ ഗേൾ ഇവിടെ രക്ഷിക്കാനല്ല വരുന്നത്. കോമിക്സ് വായിച്ചവർക്കറിയാം, സൂപ്പർ ഗേൾ ഒരു റിവഞ്ച് സ്റ്റോറിയാണ്. അതായത് പ്രതികാരം തീർക്കുന്ന സ്റ്റോറിയാണ്. ഒരു പെൺകുട്ടി, ഒരു വേട്ട, ഒരു യുദ്ധം, അവളുടെ ഐഡന്റിറ്റി തേടിയുള്ള ഒരു യാത്ര. ലോഗനെ പോലെ, ട്രൂ ഗിറ്റ് പോലെ, ലാസ്റ്റ് ഓഫ് അസ് പോലെ. സൂപ്പർ ഗേൾ ലോകത്തെ രക്ഷിക്കുന്ന കഥയല്ല, തകർന്ന മനുഷ്യരുടെ കഥയാണ്. ഹോളിവുഡിന് കാണാൻ കഴിയാത്തത് എന്താണ് ജെയിംസ് ഗണ്ണ് ശരിക്കും കാണുന്നത്? DCന്റെ സൂപ്പർമാൻ, ബാറ്റ്മാൻ, വണ്ടർ വുമൺ, ഇവരെല്ലാം എല്ലാവർക്കും അറിയാം. ഇവരുടെ എല്ലാ സോളോ സിനിമകൾ ഹിറ്റായിട്ടുണ്ട്. DCക്ക് ബാറ്റ്മാന്റെ ഒരു സോളോ സിനിമ എന്തായാലും ഇല്ല. ശരിക്കും സൂപ്പർ ഗേൾ അന്ന് പൊളിഞ്ഞത് അതിന്റെ ക്യാരക്ടർ ഇഷ്ടപ്പെടാത്തോണ്ടല്ല, അതിനെ ഉപയോഗിക്കാൻ അറിയാത്തോണ്ടാണ്. സൂപ്പർ ഗേൾ പൊളിഞ്ഞാലും അതിന് കളക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ ജേസൺ മോമോനെ ഇതിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം എല്ലാവരും ജേസൺ മോമോനെ പറ്റിയിട്ടാണ് പറയണത്. അതായത് ലാഗോ എന്ന ക്യാരക്ടർ. ഓൺലൈൻ ആണെങ്കിലും കമന്റ് സെക്ഷൻ ആണെങ്കിലും ആ ക്യാരക്ടറിനെയാണ് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത്. ജേസൺ മോമോന്റെ ലോഗോ എന്ന ക്യാരക്ടറിന്റെ സ്പിൻ ഓഫ് കഥ വേണമെന്ന് പറഞ്ഞിട്ട് പലരും റിക്വസ്റ്റ് അടക്കം ചെയ്തിട്ടുണ്ട്. 1984 DC വിചാരിച്ചത് സൂപ്പർമാൻ ഇറക്കി, വമ്പം വിജയമായി. അപ്പൊ സൂപ്പർ ഗേൾ വർക്കാം, സ്ത്രീകളുടെ ഇടയിൽ വമ്പം വിജയം ആവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ സംഭവിച്ച നേരെ മറിച്ചായിരുന്നു. ഒരു സിനിമ ഫ്ലോപ്പ് ആവണ സാധാരണ കാര്യമാണ്. പക്ഷെ ആ ക്യാരക്ടറിനെ അങ്ങനെ ഇഗ്നോർ ചെയ്ത് കുഴിച്ചു മൂടണമെങ്കിൽ എന്തായിരിക്കും കാരണം? ഇപ്പൊ അതിന് പുറത്ത് വരാനും എന്തായിരിക്കും കാരണം? 2023 DCയുടെ ദ ഫ്ലാഷ് എന്ന മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സിനിമ പ്രതീക്ഷിച്ച വിജയം കണ്ടില്ല. പക്ഷെ അതിലെ സൂപ്പർ ഗേൾ എന്ന ക്യാരക്ടറിന് നല്ലൊരു കയ്യടി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് DCന്റെ ഫാൻസ് തന്നെ പറഞ്ഞു, സാഷ കല്യാണ് അടുത്ത സൂപ്പർ ഗേൾ എന്നുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ സൂപ്പർ ഗേളിന്റെ ഒരു സോളോ മൂവി വരുമെന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷെ നടന്നത് നേരെ മറിച്ചായിരുന്നു. DC റീബൂട്ട് ചെയ്തു, യൂണിവേഴ്സ് എല്ലാം മാറ്റിമറിച്ചു. അതുകൊണ്ട് സാഷ കല്യാനെ സൂപ്പർ ഗേൾ അങ്ങോട്ട് മാറ്റി. ഇപ്പൊ ജെയിംസ് ഗണ്ണ് വന്നു, സൂപ്പർമാൻ ഇറക്കി, അതിന്റെ പിറകെ സൂപ്പർ ഗേളും ഇറക്കുന്നു. ഇവിടെയാണ് എല്ലാം മാറുന്നത്. 1984 സൂപ്പർ ഗേൾ മൂവി ഇറങ്ങി പരാജയപ്പെട്ടു. 2023 വീണ്ടും സൂപ്പർ ഗേളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. പക്ഷെ ഇപ്രാവശ്യം ഇവര് നാടി രക്ഷിക്കണ കഥ പറയുന്നില്ല. ഇത് ട്രോമയുടെ കഥയാണ്, നഷ്ടത്തിന്റെ കഥയാണ്, ഐഡന്റിറ്റിയുടെ കഥയാണ്, സർവൈവറിന്റെ കഥയാണ്. അതുകൊണ്ട് യഥാർത്ഥ ചോദ്യം, സൂപ്പർ ഗേൾ പറക്കുമോ എന്നതല്ല ഈ മൂവിയിൽ പറയുന്നത്, അത് വിജയിക്കുമോ എന്നതും അല്ല. 40 വർഷമായിട്ട് DCന്റെ ഒരു ശാപം തന്നെയായിരുന്നു സൂപ്പർ ഗേൾ. അത് തകർക്കുമോ എന്നാണ് DC ശരിക്കും പറഞ്ഞാൽ DC തന്നെ നോക്കുന്നത്.